DK വന്നു. DK അന്ന് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. ഞങ്ങൾ പഴയ CMS ബാച്ച് DK എന്നാ വിളിക്കുക. വക്കീലപ്പ നേരത്തെ എത്തി. ഇതിപ്പോ ബാർ അസോസിയേഷൻ മുഴുവനുണ്ടല്ലോ. നിങ്ങളെ കയറ്റി അകത്തിരുത്താൻ ഞാൻ ആ മേനോനോട് പറഞ്ഞായിരുന്നല്ലോ. അങ്ങേര് വന്ന് വിളിച്ചു. ക്ലബ് സെക്രട്ടറിയുടെ ഗസ്റ്റിനുള്ള സ്വീകരണമൊക്കെ കിട്ടി. പിന്നെ വിചാരിച്ചു DK വന്നിട്ടങ്ങ് ഉള്ളിലോട്ട് പോകാന്ന്. എന്താണ് ഈ സംഘടിത ആക്രമണത്തിന്റെ അഡ്വക്കേറ്റ് നാരായണസ്വാമി പുള്ളി ഇപ്പൊ സുപ്രീം കോടതിയിലെ പ്രാക്ടീസ് ഒക്കെ മതിയാക്കി നാട്ടിലൊന്ന് സെറ്റിൽ ചെയ്തിരിക്കുകയാണല്ലോ. സ്വീകരണം, പൊന്നാട, മംഗളപത്രം. അതെ, അത് തന്നെ. ഞങ്ങളൊന്ന് മുട്ടി നോക്കിയതാ, പക്ഷെ പുള്ളിക്കാരൻ അടുക്കുന്നില്ല. ഈ വക കലാപരിപാടികൾക്കൊന്നും പിടിതരുന്ന ആളല്ല, അറിയാലോ സ്വഭാവം. അതെ, അതുകൊണ്ടല്ലേ DK പിടിച്ചത്. DK ഒന്ന് ഫോഴ്സ് ചെയ്താൽ സാർ എഗ്രി ചെയ്യും. നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം അതെനിക്കറിയാം. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വാ ഹലോ. പിന്നെ ഇത് നമ്മുടെ കോട്ടയം ബാറിലെ എണ്ണം പറഞ്ഞ വക്കീലന്മാരാ. ഇവരെ കൊണ്ടുപോയി നമ്മുടെ ബാറിലെടുത്ത് ചൂടാക്കിയ തണുപ്പിക്കുന്നതെന്ന് ചോദിച്ചേ. അപ്പൊ വക്കീലെ PP ചെല്ലും. ഞാൻ പുള്ളിക്കാരനെ പോയി നേരിട്ട് മുട്ടിട്ട്. ഓക്കെ. ഹലോ സാർ, പെട്ടെന്ന് പോയി കളയോ, കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു സൈൻ ചെയ്യാൻ. തിരുവല്ല പ്രോപ്പറാന്നോ? അല്ലെന്നേ, തറവാടിരിക്കുന്നത് തിരുമൂലപുരത്ത്. ഓ, നമ്മുടെ സോമേട്ടന്റെ സ്ഥലം മനസ്സിലായില്ലേ? MG സോമൻ മരിച്ചുപോയ നമ്മുടെ സിനിമ. ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിരുന്നു. കമ്പനി കൂടാൻ പുള്ളി കഴിഞ്ഞ സിനിമയിൽ ഒരുത്തനുള്ളൂ. അങ്ങേരുമായുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരില ഞാൻ പടം കണ്ടുപിടിച്ച്. ഈ പടം പിടിക്കാൻ പോയതിന്റെ പിറകില് വേറെന്തോ കഥയുണ്ടല്ലോ കുഞ്ഞിച്ച. പീരുമേട്ടിലേതോ ഷൂട്ടിംഗ് സ്ഥലത്ത് ജയഭാരതിയെ കാണാൻ അലച്ചു കയറി ചെന്നോ, സെറ്റിലെ പിള്ളേര് കഴുത്തെ പിടിച്ച് തള്ളിയെന്നൊക്കെ. അത് ചുമ്മാ വിവരദോഷികൾ പറഞ്ഞുണ്ടാക്കുന്നല്ലയോ. ഭാരതി വിളിച്ചു നോക്കി, ഇപ്പൊ തന്നെ വിളിച്ചോ. കുഞ്ഞച്ചാന്ന് തികച്ചു വിളിക്കത്തില്ല ഭാരതി. ഞങ്ങൾ അത്രയ്ക്ക് വലിയ ഫാമിലി ഫ്രണ്ട്സാ. അത് ഇയാള് തന്നെ അടിച്ചോ. എനിക്ക് ഫുള്ള. തിരുമൂലപുരത്ത് എവിടാന്നാ പറഞ്ഞേ? പ്രോപ്പർ തിരുമൂലപുരം. എനിക്ക് രണ്ട. ഇന്നത്തെ ദിവസം പോക്ക. കുഞ്ഞച്ചാ, ഇയാള് വക്കീൽ സാമിയെ കണ്ടായിരുന്നു? റീഡിംഗ് റൂമിലുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ബട്ടർ വെള്ളം അടിക്കുകയല്ല. ഞാൻ ബാറിലേക്ക് പോവാ, അങ്ങോട്ട് വരുവോ? ഞാൻ വന്നേക്ക് എനിക്ക് സാമിയെ ഒന്ന് കാണാം. സാർ, ഗുഡ് ഈവനിങ്. Good evening. You are late today. ഒരു ഇച്ചിരി സാറാ കാരണം. കോട്ടയത്തെ അഡ്വക്കേറ്റ്സ് എല്ലാം കൂടെ എന്നെ വളഞ്ഞുകെട്ടി വെച്ചിരിക്കുവായിരുന്നു. സാർ, എനിക്ക് വേണ്ടി ഒരു എസ് പറയണം. എന്താണ്? ഒരു ചെറിയ ചടങ്ങ്. കോട്ടയത്തെ ബാർ അസോസിയേഷൻ സാറിനൊരു സ്വീകരണം നൽകുന്നു. അതിലൊന്ന് വന്ന് ഇരുന്ന് കൊടുക്കണം. ബോറാകാതെ നോക്കുന്നതിന്റെ ഉത്തരവാദിത്വം എനിക്ക്. ദൂരെയൊന്നുമില്ല, ഇവിടെ തന്നെ നമ്മുടെ ജൂബിലി ഹാളിൽ ഒരു 10 മിനിറ്റ്. ചെറുപ്പക്കാർ പിള്ളേരുടെ ആഗ്രഹമല്ലേ സാറേ. അവരൊരു ഷാള് പൊതിച്ച ചങ്ങ് പൊക്കോളും. പ്രസംഗങ്ങളുണ്ടാവും. അധിക പ്രസംഗത്തിന് ചാൻസ് കൊടുക്കാതെ ഞാൻ നോക്കിക്കോളാം. അപ്പോ ഞാനൊരു രസം പറയുവേ. അന്നൊക്കെ മദ്രാസിൽ MG സോമേട്ടന്റെ താമസം കണ്ണിമോറ ഹോട്ടലിൽ. ഒരു ദിവസം ഞാൻ പാസ്പോർട്ടുമായിട്ട് മുറിയിലോട്ട് കയറി ചെല്ലുമ്പോ അന്നൊക്കെ മദ്യപിക്കാൻ പാസ്പോർട്ട് വേണമായിരുന്നു. അതല്ല ഗുവ, പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു സ്കോച്ചാ. ഒരു സ്കോച്ചിന്റെ പേരാ. കുഞ്ഞച്ചോ, MG സോമൻ ഉണ്ടാക്കുന്ന ഓരോ പൊല്ലാപ്പ്. അല്ല DK വന്നില്ലയോ? വന്നല്ലോ. സൈദേ തന്നെ കഞ്ഞിക്കുഴിയിൽ അയപ്പ് തിരക്കുന്നുണ്ട്. അവനെ തപ്പിയാ ഞാൻ ഇറങ്ങിയത്. അവന്റെ S ക്ലാസ് ബെൻസിന് ലാൻഡ് ക്രൂസറുമായി ഒരു എക്സ്ചേഞ്ച് പറഞ്ഞായിരുന്നു. ശശി, ആ ഡ്രിങ്കിങ് എടുത്ത് ഇയാൾക്കൊരു ജ്യൂസ് പറയട്ടെ. ഓ വേണ്ട, ആദ്യം അയപ്പുമായിട്ടുള്ള ഇടപാടൊന്നും തീർക്കട്ടെ. ഇവിടെ വലിക്കാവോ? അപ്പം മെമ്പർ അല്ലേ? അല്ല, കുന്നേലെ സഹിച്ചാന്റെ ഗസ്റ്റാ ഞങ്ങള്. ആന്നോ? എന്നാ പിന്നെ വലിയെണ്ണ. നമ്മുടെ കാശിന് നമ്മൾ മേടിക്കുന്ന സിഗരറ്റ് നമ്മൾ വലിച്ച് ആരെങ്കിലും ചോദിക്കുവോ? എന്നാ വലിയെണ്ണ. സാറേ, ബാറ് നോ സ്മോക്കിംഗ് ആണ്. ഇവിടെ ചോദിച്ചല്ലോ, അപ്പൊ വലിച്ചോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? അയാളുടെ പേരും തേങ്ങ അറിയാമല്ല. ഇവിടെ സർവ് ചെയ്ത പേരാ. കുര്യച്ചാ വന്നേ. ഇയാൾ അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞോ? ആര്? വലിക്കുന്നതും വലിക്കാത്തതൊക്കെ അവനവന്റെ സൗകര്യ. ഇതിനകത്ത് വലിക്കാൻ ഞാൻ ആരോടും പറഞ്ഞില്ല. അതെന്നാ മറ്റേ വർത്താനോട് താൻ പറയുന്നേ? തന്നോടല്ലേ ഞാൻ ചോദിച്ചേ. സാർ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോക്കൃത്തരം കാണിച്ചിട്ട് എന്റെ വെക്കിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ അത് മറ്റൊരുത്തൂടെ പൂട്ടി വെച്ചാൽ മതി. ഇവിടെ ചാട ഇറക്കാൻ വരരുത്. ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാ. വേറെ ഗതിയില്ലാത്തതുകൊണ്ട് അതിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്നത്. കുര്യച്ച വന്നേ, ചുമ്മാ ഇയാൾ ഓരോന്ന് പറഞ്ഞ് സീലുണ്ടാക്കല്ലേ. ഞാൻ പോണേ. ഇവന്റെയൊക്കെ ഉച്ചാളി പീസ് കണ്ട കുര്യച്ചൻ വരളുകയല്ല. ഇവനെയൊക്കെ ഡീൽ ചെയ്യാൻ ഞാൻ മതി. ഇത് കണ്ടോ സാറേ? ഒരു കാര്യമില്ലാണ്ട് എന്നതാ പ്രശ്നം? എന്നാന്ന് പറ. അത് സാർ ഇവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചായിരുന്നേ. അത് എന്നതാന്ന് ചോദിച്ചപ്പം ഈ കുര്യച്ചൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അതിന്റെ പേരിലൊരു വർത്തമാനം ഉണ്ടായി. അങ്ങനെ എന്റെ പൊന്നു സഹോദരൻ, അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ പോകല് പാടില്ലെന്ന്. താനാരാ? ഡേവിഡ് എന്നാ പേര്. ഈ ക്ലബിന്റെ സെക്രട്ടറിയാ. ഇതുപോലുള്ള ഏർപ്പാടുകളെ ജോലിക്ക് വെച്ചാൽ അവൻ മാത്രമല്ല, സെക്രട്ടറി മേടിക്കും.
PP പിള്ളേരെ ബില്ല് കൊടുത്തിട്ട് അവരുടെ പൊക്കളാൻ പറ. അങ്ങനെ അങ്ങ് പോകുന്നത് എങ്ങനെ? ഞങ്ങളെ കുന്നേലെ സൈച്ചാന്റെ ഗസ്റ്റാ, പുള്ളിക്കാരൻ വന്നിട്ടേ പോകുന്നുള്ളൂ. നേരെ സജി വരുന്നവരെ ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടന്നു പോകേണ്ടി വരികയല്ല. കാലിന്റെ മുട്ടയിലെ ചിരട്ടയും ചവിട്ടി പൊളിക്കല്ലാത്തിന്റെ. ഇത് ചുമ്മാ പറച്ചിലല്ലേ, അണ്ണൻ തുടങ്ങി വെക്കത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. കോട്ടയം ക്ലബിൽ നിടി മേടിച്ചാ പിന്നെ നേരെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ അഡ്മിറ്റ്. അതാ കണക്ക്. ഇറങ്ങി പോയണ്ട. വാടാ, ഒതുങ്ങി പോടോ. സഹിച്ചാനെ ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ ഇതാ നിൽക്കുന്നു. സെക്രട്ടറി ആന്നേ അവന്റെ ഒരു ജാട. എന്നാ വൃത്തിയാണ് ഈ കാണിക്കുന്നത്? ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാതെ എന്റെ പങ്കും കിട്ടാ. ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ പോയി പറ നേരെ സജിയോട്. ആ പേര് കേൾക്കുമ്പോ അവൻ മാത്രമല്ല, അവന്റെ അപ്പൻ ചത്തുപോയ കുഞ്ഞുമറിയത് വരെ ശവപ്പെട്ടിന്ന് വന്ന് എഴുന്നേറ്റ് നിൽക്കും. നീയൊക്കെ ഇച്ചിരൂടെ മൂക്കനോടാ കോട്ടയത്ത് ഒന്ന് കളിക്കാൻ. കയറിപ്പോ, കയറിപ്പോടാ. എന്നാടാ ഒത്തിരി നാൾ കൂടി ദേഹനങ്ങിയതുകൊണ്ടായിരിക്കാം ഒരു വല്ലായ്മ. PP ഇതേ വിനോദം കൊടുത്തേക്കുക. സത്യത്തിൽ കുരിയച്ഛന്റെ കന്നം തരുവാ. ആ ചെറുപ്പക്കാരോട് അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞത് കുരിയച്ഛനാ. ആണോ? ആ, ഇതുപോലുള്ള പെറപ്പിനെയും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ കുരിയച്ചന്ദന്റെ ചീട്ട് ഞാൻ കീറുവേ. പണി നീ വേറെ നോക്കേണ്ടി വരും. ഒരു പെഗോ? ആ, ഒരെണ്ണം കൊടുത്തിരുന്നല്ലേ സാർ പറഞ്ഞ്. എന്റെ PP ചേട്ട ഒരെണ്ണെന്ന് പറഞ്ഞ ഒരു ഫുള്ളാ. കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ. ആണോ? ഏതായാലും ഒഴിച്ചല്ല, അതങ്ങ് കളഞ്ഞേക്കാം. സാറിന് നോ. അതെന്നാ സ്വാമി വ്യാഴാഴ്ച കഴിക്കുകയെന്ന്? എന്നതാ അതിന്റെ ഒരു പ്രത്യേകത? സാറിനിപ്പോ വ്യാഴദശയായിരിക്കല്ലയോ? റബിഷ്, അങ്ങനെയൊന്നുമില്ലടോ. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടാന്ന് വെക്കുന്നു. ദാറ്റ്സ് ഓൾ. ആ കോറം തികഞ്ഞല്ലോ. അണ്ണനൊന്ന് ഒഴിക്കട്ടെ. ഒന്നൊഴിമോനെ. ഓ എന്റെ പൊന്നു രാജഗോപാലെ, താനീ യൂണിഫോം ഇട്ടോണ്ട് ഇങ്ങനെ കയറി വരല്ലേ? കാണുമ്പോ ഉള്ളിന്ന് ഒരു ആന്തല. അതെന്നാ തമ്പിച്ചായ, മാനസം മാരികയുടെയും സായാഹ്ന പത്രത്തിന്റെയും പ്രിന്റർ കം പബ്ലിഷറുടെ ഉള്ളെന്തിനാ ഒരു പാവം പോലീസുകാരനെ കാണുമ്പോ ഇങ്ങനെ ആളുന്നേ? അതെ, ഒരു പെൺവാണിഭ കേസിൽ വെറുതെ പ്രതി ചേർത്ത് ഈ പാവത്തിന് ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ വർഗ്ഗക്കാര്. താൻ ആ കുരിയച്ചനെ തല്ലിയോ? അവനോട് ഒപ്പുണ്ട് കരഞ്ഞോണ്ട്. അവനെ തല്ലുകയല്ല വേണ്ടത്, നിങ്ങൾ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കഴുത്തെ പിടിച്ച് വെളിയിൽ തള്ളിയനെ. ആ മാതിരി പോക്കരത്തിലാകായിരിക്കുന്നത്. തിരുനക്കര മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ. ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തൂടാവേ. പിഴച്ചു പോണെന്ന് ആ പുല്ലന് വിചാരമില്ലെന്ന് വെച്ചാ. ഡേവിഡ് സാറേ, സാർ ഒന്ന് വരണം. സുഖം അടിച്ച് ഓഫാ. ഒരു പെഗിലും? ഒരു പെഗല്ല, എവിടെയാണ് സാർ? ഒന്ന് എഴുന്നേക്കടാ. കംപ്ലീറ്റ് വ്യാജന. അതെ, കംപ്ലീറ്റ് വ്യാജന. അല്ലെങ്കിൽ
ഞാൻ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് മാറാറുണ്ടോ? കംപ്ലീറ്റ് വ്യാജന. ഏത് കോപ്പന ഇവിടെ മദ്യം സപ്ലൈ പിടിവിടരുതിട്ടോ. മുണ്ടിനെ എന്ത് പറ്റി സാറേ? ഒന്ന് താങ്ങിക്കാ പോക്കരെ മുട്ടിഞ്ഞ വെയിറ്റ് ആയി കഴിവുണ്ടവന്. ഞാൻ ചെലപ്പോ വാള് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. ശവോടൊക്കെ ഞാൻ നടത്തും. പോട്ടെ സാറേ, ഞാൻ സാറിന് കാത്തു കയറുന്ന ഒരു താങ്ക്സ് പറയാൻ. സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി. സാറിന്റെ റെക്കമെൻഡേഷനാ. പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളൂ. നന്നായി പഠിച്ച് മിടിക്കായിട്ട് പറ്റുള്ളൂ. ഓക്കെ. എനിക്ക് മുള്ളണം. എന്നെ ഞാൻ കൊല്ലും. ദേവികുഞ്ഞെ, ദേവികുഞ്ഞെ, ഒന്ന് എഴുന്നേറ്റേ. എന്നാ കിടപ്പായത്? കാപ്പ് കുടിക്കണ്ടായോ? മണി 10 കഴിഞ്ഞു. കഴിയട്ടെ, എഴുന്നേറ്റ് ഇപ്പൊ എന്നെ എടുക്കാനാ? ചേട്ടത്തി ഊണാകുമ്പോ വിളിച്ചാ മതി, അപ്പൊ കാപ്പി നമുക്ക് ലാഭിക്കാമല്ലോ. ദേ, മഠത്തിലെ അമ്മാമ്മച്ചും കുറെ അമ്മമാരും കൂടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 ആയി. ആര്? കുഞ്ഞിന്റെ അപ്പന്റെ മൂത്ത സഹോദരി മഠത്തിലെ. എന്റെ പള്ളി അത് സംഭവിച്ചോ? എളുപ്പം അങ്ങോട്ട് ചെല്ല്. ആ സുഖു കുഞ്ഞിനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് പിരി കയറ്റുന്നുണ്ട്. ഈ ഗ്ലബി പോക്ക ഒന്ന് നിന്ന് കിട്ടേണ്ടത്. അതിന്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാ അത് വല്ല ഗുണമുള്ള കാര്യമാണോ? നഷ്ടമാ നഷ്ടം. അച്ചായന് 2 പിടിപ്പിക്കണമെങ്കിൽ അത് ഇവിടെ വെച്ചായ പോരെ. ഇത് കണ്ടവനും പോണവനും പള്ള നിറയെ കുടിച്ചേച്ച് ഡേവിഡിന്റെ പറ്റിൽ എഴുതിക്കോന്നും പറഞ്ഞൊരു പോക്കല്ലയോ? നേരത്തിനും കാലത്തിനും പെണ്ണ് കെട്ടാത്തതിന്റെയാ കൂടുതലും. ഒരു പെങ്കൊച്ച് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുവോ? കറക്റ്റ് അമ്മാമ്മച്ചി. അല്ലാതെ ഞാനിത് എത്രാന്ന് വെച്ചോ ഉപദേശിക്ക? ഒരിക്കൽ ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോ എന്നോട് പറയുവാ, വണ്ടി ഓടിക്കുന്നവൻ ആ പണി ചെയ്തേച്ചാ മതിന്ന്. ആ, അതൊന്നും കേട്ട് നീ പിന്മാറണ്ട. ഞാൻ പിന്നീന്ന് മാറിയിട്ട് വേണ്ടേ? എടാ, പെറ്റ തള്ളയുടെ സ്നേഹവും ശകാരവും ഇത് രണ്ടും അവന് കിട്ടിയിട്ടില്ല. അവളങ്ങ് പോയില്ലയോ ചെറുക്കൻ 5-6 വയസ്സുള്ളപ്പോ. അപ്പനാണെങ്കി അത് അങ്ങനൊരു കഥ. ശരി, അവൻ എഴുന്നേക്കാൻ ഭാവമില്ലെങ്കിൽ കിടക്കട്ടെ. ഒന്ന് മഠത്തിലോട്ട് വരാൻ പറഞ്ഞേ, സമയം കിട്ടുമ്പോ. എന്നാ നമുക്ക് ഇറങ്ങിയേക്കാം. എന്താ? അതാ നല്ലത്. അന്നാമോ, ദേ വന്നേ. ഉടനെ ഒന്നും എഴുന്നേക്കുന്ന ഭാവമില്ല. അമ്മമാര് ഊണ് കാണുമെങ്കിൽ പറയണേ. ഇല്ലെന്നമ്മേ, ഞങ്ങൾ ഇറങ്ങുവാ. എന്നാ ഇത് അവന്റെ കൊടുത്തേക്ക്. റോമിന്ന് വെഞ്ചരിച്ചതാ. ഇതൊന്ന് കൊടുക്കാൻ കൂടെ വേണ്ടിയാ ഞാൻ ഇതിലേ കേറിയത്. പൊക്കോട്ടേടാ സുഖുവേ. ഓ ശരിയാ മാമച്ചി. സുകുമാരോ, എന്നാ ചേട്ടാ ഒന്നിഞ്ഞു വന്നേടാ. ഭക്ഷണം കൂടെ നിന്നിട്ട് പണി പണിയുമ്പോ നിനക്ക് നല്ല സുഖല്ലടാ സുഖു. അടുത്ത കൈ ഒന്നുള്ളു കേട്ടോ. ആ ഇല്ല, സാറിങ്ങ എത്തിയില്ല എന്നാ ഞാനും അറിഞ്ഞത്. ഉമ്മച്ചൻ റിസൈൻ ചെയ്തു ഇവിടെ പിള്ളേരാരോ പറഞ്ഞു കേട്ടായിരുന്നു. ആ ശരി, സാർ ഇന്നിവിടെ ഉണ്ട്. നാളെ തിരുവനന്തപുരത്തിന് പോവൂ. ആ ഓ. സേവിച്ചൻ വന്നിട്ടുണ്ട്. ഈശോയെ, എവിടെ? മുറിയില്ല. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളവും ഗ്ലാസും കൊണ്ട് ചെറുക്കം പോകുന്നത് കണ്ടാ ഞാൻ നോക്കിയത്. എന്തോ പുകിലും കൊണ്ടാ. ഇച്ചിരി കടുപ്പത്തില. ഇന്നായാലമേ ഇത് വെച്ചോ. ഇവളുടെ കല്യാണം കൂടാൻ സാറുണ്ടെങ്കിൽ ഞങ്ങൾ 2 ആളും കൂടി അങ്ങ് എത്തിയേക്കാം. ഇല്ലേ, എന്നെ പ്രതീക്ഷിച്ചാ മതി. ഓ ഇതിനിപ്പോ രാത്രിയെന്നോ പകലെന്നോ കണക്കൊന്നും ഇല്ലാതായോ സേവിച്ച? ഓ, ഇനി എന്തോന്നിന് അമ്മച്ചി കണക്ക്? എനിക്കിപ്പോ എല്ലാവരും കണക്കാ. സേവിച്ചിനെങ്ങനെ കുടിച്ചു കുടിച്ച് അങ്ങനെ തീരും. അപ്പന്റെ അമ്മച്ചിയുടെയും കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നോ വെട്ടിപ്പോയ പേരല്ലേ എന്റേത്. ഓ, എന്നതാന്നാവോ ഇത്ര പെരുത്ത് തണ്ണം? പെരുത്ത് സന്തോഷിക്ക് എന്നതാ എനിക്കുള്ളേ. MC പോളിന്റെ മൂത്ത മോനൊരു പേര്, അത് വെറും ഒരു പേരാന്നേ. മകൻ ശരിക്കും അവനല്ലേ, ബെന്നിച്ചൻ. പാർട്ടിയിൽ ഇപ്പൊ പോൾ സാറിന്റെ വലതുഭാഗത്ത സ്ഥാനം. നാളെ MLA, മന്ത്രി. ഞാൻ എന്തോ ആയി. കിഴക്കമലയിലെ തോട്ടത്തിൽ അട്ടയുടെ കടിയും കൊണ്ട് കണ്ണിന് നേരെ കണ്ട അപ്പച്ചന് കലിയ. ഉള്ളത് പറയണ്ട അമ്മച്ചി, എന്നെ എവിടെന്തെങ്കിലും ദത്തെടുത്താന്നോ? ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്നോണ്ട് ചോദിക്കുക. സത്യം പറ, ഞാൻ നിങ്ങളുടെ മോൻ തന്നെ അല്ലേ? കർത്താവിന് നിരക്കാത്ത വർത്താനം കള്ളും വലിച്ചേറ്റ് വിളിച്ച് കൂവിയാലുണ്ടല്ലോ സേവിച്ച നീ.
പക്ഷാഭേദം കാണിച്ചെന്ന്. നിന്റെ കൊണവധികാരം കൊണ്ട് ഞാനും സാറും കൂടെ കുടിച്ച കണ്ണീരിന് കഴിഞ്ഞു കണക്കുണ്ടോടാ? 10 സ്കൂളിൽ കയറിയിട്ടാ നീ 10ാം തരം പാസ്സായത്. അവസാനം കോളേജിൽ ചെന്നതിന്റെ കൊല്ലം തന്നെ കുത്തുകേസ്. തല്ലും വഴക്കും അടിയും കുത്തുമായി നടന്ന് നിന്നെ എസ്റ്റേറ്റിൽ കൊണ്ടാക്കി. അവിടെ നീ എന്നെ പറപ്പാ കാണിച്ചേ? കഞ്ചാവ് കൃഷി നടത്തി. തമ്പുരാന്റെ കൃപ കൊണ്ടാ അന്ന് റവന്യൂ മന്ത്രി MC പോൾ രാജിവെക്കാണ്ട് രക്ഷപ്പെട്ടത്. എടാ, കയ്യിലിരിപ്പ് നന്നാവണം. അതിനെ കർത്താവ് പാതിയെ കൂടത്തുള്ളൂ. ബാക്കി പാതി അവനവൻ തന്നെ ഉണ്ടാക്കണം. കൊച്ചമ്മേ, സാറ് വന്നു. ഒരു പറ്റിയല്ലോ. എന്നാ ഞാൻ ഇയാളോട് പറയാനുള്ളതല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു റീത്ത് ഇടുക്കിക്കകത്ത് വെച്ചേക്കണമെന്ന്. ഒരു റീത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ പിള്ളേരുടെ വീട്ടിൽ വെറും കൈയോടെ കയറി ചെല്ലണ്ടായിരുന്നു. റീത്തുമായി ചെല്ലുമ്പോ അറിഞ്ഞോണ്ട് ചെന്നതാണെന്ന് വ്യക്തമായില്ലേ? അത് ശരിയായിരുന്നു. ഒരു മരണ വീട്ടിൽ പെട്ടെന്ന് കയറി ചെല്ലുമ്പോ അത് റീത്തുമായിട്ടാകുമ്പോ ഇമ്പാക്ട് ഡബിളാ. ഓ, ഇത് ഞാനെപ്പോ വന്നു? അതെ, ഭരണം കയ്യിലില്ലാത്ത സമയം, പാർട്ടിക്കകത്തെ ഇഷ്യൂസ് വേറെയും. ഇതിനിടയിൽ നീ ഉണ്ടാക്കുന്ന അട്രോസിറ്റീസ് കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാം. അതുകൊണ്ട് ഇവിടെ വല്ല അത്യാവശ്യവും എന്ന് വെച്ചാ ഇവളോ ഞാനോ അങ്ങ് മേലോട്ട് എടുത്തൊന്നോ മറ്റോ അറിഞ്ഞാലേ നീ കോട്ടയം ജില്ലയിലേക്ക് വരേണ്ട കാര്യമുള്ളൂ. കടുത്തുരുത്തി MLA ഉമ്മച്ചന്റെ രാജി ആവശ്യപ്പെട്ടു. അവിടെ നടക്കാൻ പോണ ബൈ ഇലക്ഷനിൽ ബെന്നിച്ചനെ നിർത്താനാണ് എന്റെ പ്ലാൻ. അതൊന്ന് കഴിയുന്നവരെ നിന്റെ ഉപദ്രവം ഉണ്ടാവരുത്. ഇതിപ്പം ഏതാണ്ട് 10 ദിവസമായി റൂമിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിയിട്ട്. കഴിക്കാൻ നേരം പിള്ളേര് പിടിച്ചു വലിച്ചോണ്ട് വന്നാ എന്തേലും ഒന്ന് തൊട്ട് വെച്ച് എഴുന്നേറ്റ് പോകും. ഇങ്ങനെയായാൽ ശരിയാകുകയില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ സാറിയോടൊന്ന് വരാൻ പറഞ്ഞത്. ഈ സൂയിസൈഡ് ചെയ്ത കുട്ടി അവളുടെ റൂംമേറ്റ് ആയിരുന്നില്ലയോ? ആ, അത് തന്നെയായി ഡിപ്രഷന്റെ റീസൺ. വലിയ കൂട്ടായിരുന്നു രണ്ടും. രണ്ടിനും കൂടെ ഒരുമിച്ചല്ലാതെ കാണാൻ ഒക്കുകയല്ലായിരുന്നു. ആ ഷോക്കിന്ന് ഇനിയും മാറിയിട്ടില്ല ആനി. ആനി അത് ആ റൂമിലുണ്ട്. നിങ്ങൾ രണ്ടും കൂടെ ഒന്ന് കണ്ടേച്ചുവാ. ചുമ്മാ ഒരു കാഷ്വൽ വിസിറ്റിംഗ് അങ്ങനെ തോന്നിച്ചാ മതി. ഓക്കെ. ഇത് എന്നാ കോലവാടി? ഓ, നല്ല സുഖമല്ലായിരുന്നു. ഇതെന്നെ രണ്ടാളും കൂടെ നിന്നെ ഒന്ന് കാണാൻ. ചുമ്മാ കാണാനല്ല, നീ ഇവിടെ കുറച്ച് ദിവസമായിട്ട് നിരാഹാരവ്രതവും മുറിയടച്ച് കുത്തിരിപ്പൊക്കെയാണെന്ന് നിന്റെ വാർഡനമ്മച്ചി പറഞ്ഞു. അതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയാൻ വന്നതാ. എന്നതാ ഉദ്ദേശം? ക്ലോസ് ഫ്രണ്ട് ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ ടെറസിൽ നിന്ന് ചാടി മരിച്ച കഥയൊക്കെ അറിയാം. അവളെ കരയിപ്പിച്ചു. അങ്ങനെ കരഞ്ഞാലെങ്ങനാ? നീ ആ മൂടിന്ന് പുറത്തു വരണം. എന്നിട്ട് ക്ലാസ്സിൽ പോയി തുടങ്ങണം. ഞങ്ങളുടെയൊക്കെ പഴയ ആനിയായിട്ട് മാറണം. എന്നാ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓർഫനേജിൽ വെച്ചിട്ടുള്ള പരിചയമായിരുന്നു അർച്ചനയായിട്ട്. എന്നെ പോലെയല്ല, പാരന്റ്സിനെ ഓർമ്മ വെക്കും മുമ്പേ നഷ്ടപ്പെട്ടതായിരുന്നു അവൾക്ക്. അവൾക്ക് ഞാനും എനിക്ക് അവളൊന്ന് കരുതി പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുകയായിരുന്നു ഞങ്ങള്. അങ്ങനെ എളുപ്പമൊന്നും എനിക്കങ്ങ് മറക്കാനൊക്കെയല്ല. വലിയ ട്രാജഡിക്ക് ചെറുപ്പത്തിലെ സാക്ഷിയാകേണ്ടി വന്നവളാണ് നീ. ഇങ്ങനെ തളർന്നാലേ അതിൽ വിഷമിക്കുന്ന ഞങ്ങൾ ചിലരുണ്ട്. അറിയാം. അവൾ ഓക്കെ ആവും. ഡേവിഡ് ചെന്നാട്ടെ, ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. ഇരിക്കുന്നത് കൊള്ളാം. അതവളെ ചുമ്മാ പാമ്പർ ചെയ്ത് വഷളാക്കാനാവരുത്. ചെയ്യാൻ പോട്ടെ മോളെ. ആ അതെ, ഇനി ക്ലബ്ബിൽ ചെന്നിരുന്ന് ഇതിന്റെ പേരും പറഞ്ഞ് കള്ളു കുടിച്ച് നേരം വെളുപ്പിക്കണ്ട. നേരത്തെ കാലത്തെ വീട് പിടിച്ചോണം. ഞാൻ വിളിക്കും. ബെന്നി, നിന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു സ്കാൻഡൽ. കോട്ടയം മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ഒരു പെങ്കൊച്ച് സൂയിസൈഡ് ചെയ്തത്, അതിനോട് നിന്റെ പേര് കണക്റ്റഡ് ആയിട്ട്. മനസ്സിലായല്ലോ? അത് അച്ഛൻ പൂച്ചൻ പറഞ്ഞു തുടങ്ങിയപ്പോ മാതച്ചായനെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞ ഒരു ന്യൂസ് കില്ലിംഗ് നടത്തിയത്. ഇലക്ഷൻ ആവുമ്പോ അതൊരു വെപ്പണായി മറുപക്ഷം എടുത്ത് ഉപയോഗിക്കാൻ ഇടകൊടുക്കരുത്. മറുപക്ഷം എന്ന് വെച്ചാ ഇപ്പൊ ഉമ്മച്ചനും കൂടാ. അതെ, ഞാനൊരു പ്രസ് മീറ്റ് വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. മീഡിയയുടെ മുന്നിൽ ഒരു ഓപ്പൺ ചാലഞ്ച്. ഐ എം ഷുവർ
ഒരു പ്രൂഫും ഒരുത്തനും കൊണ്ടുവരാൻ കഴിയില്ല. ഐ ആം കോൺഫിഡന്റ്. എന്നതാന്ന് വെച്ചാ വർഗീസുമായിട്ട് ആലോചിച്ച് ചെയ്യും. വൈകണ്ട. എന്താ വർഗീസേ? എന്നാടാ ഇരി, ഞാനിപ്പോ വരാം. എവിടെ എനിക്ക് ക്ലബിൽ ചെന്നിട്ട് അർജന്റ് കാര്യമുള്ള പോവാന്നേ. പെങ്ങളെ, ബൈജു എന്തിയേ? ആ കാലത്തെ പോയായിരുന്നു. കാലത്താ? അവന്റെ പരോള് തീരുന്ന നാളല്ലയോ? ആ എനിക്കറിയാൻ മേല. പോയി. എവിടെ പോയടാ? നമ്മുടെ ചുണ്ടൻ ബൈജുല്ലേ, മാണിപ്പുഴ തങ്കച്ചനെ കൊന്നേ, അവൻ പരോള് തീർന്ന് നാളെ ജയിലിലേക്ക് പോകുന്ന കേട്ടെ. എനിക്കൊരു മരുന്ന് അച്ചായന്റെ അപ്പച്ചന് കൊടുത്തേക്കണ്ടായിരുന്നു. നാളെ പരോള് തീരുന്നവൻ ഇന്നേ മുങ്ങിയത് എന്തിന്? അവന് ജയിലിലെ മീൽ സത്രയ്ക്ക് പിടിച്ചു കാണും. നീ വണ്ടി എടുക്കടാ പാപ്പ. ആരുടെ തന്തയ്ക്ക് വായുവിളി വാങ്ങിച്ചിട്ട് വേടാ പരനാറി? ഗ്ലാസ് പൊക്കി വെച്ച് ചീത്ത വിളിച്ചിട്ട് ആര് കേൾക്കാനടാ? അവന്റെ വണ്ടിയാ, MC പോളിന്റെ മകൻ ബെന്നീടെ. ഇച്ചിരി മുറ്റുകൂടലാ ചെറുക്കിന്.